ഹായ് ഹലോ മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങളൊരു വ്യക്തിനെ മനസ്സിൽ ഉദ്ദേശിച്ചായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള ഈ ബന്ധത്തിനിടയ്ക്ക് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു ബന്ധമുണ്ടോ, നിങ്ങളല്ലാതെ മറ്റൊരു ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത്. ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച വ്യക്തിയായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നൊരു സിറ്റുവേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട, കാരണം നിങ്ങളുടെ എനർജി അല്ല. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ. ഓക്കെ, പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. നമ്മൾ നെഗറ്റീവും പറയും, പോസിറ്റീവും പറയും, റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. സന്തോഷിപ്പിക്കുന്ന പരിപാടിയൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതാണ് പറയുന്നത്. പല പ്ലാനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. താഴെ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് വിളിച്ചാൽ പെട്ടെന്ന് റീഡിങ് കിട്ടാവുന്നതാണ്. പിന്നെ മാക്സിമം നമ്മൾ റീഡിങ്, നമ്മുടെ അടുത്ത് റീഡിങ് എടുക്കാൻ വരുന്നത് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. നിങ്ങളുടെ ഇമോഷനൊന്നും നോക്കി ഞാനിവിടെ സാന്ത്വനിപ്പിച്ച് വിടുന്ന പരിപാടിയൊന്നുമല്ല. നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം, ആ കാർഡ് ഷഫിൾ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ എനർജിയിൽ എന്താണ് വരുന്നത് അതാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആശ്വാസത്തിനായിട്ടൊന്നും വരരുത്. നിങ്ങൾക്ക് സൊല്യൂഷനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. താല്പര്യമുള്ളവർ മാത്രം മതി. പിന്നെ എൻ്റെ അടുത്ത് തന്നെ വന്നെടുക്കണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണ് റെസനേറ്റ് ആവുന്നത് അവിടെയാണ് നിങ്ങൾ പോയി എടുക്കേണ്ടത്. നെഗറ്റീവും പോസിറ്റീവും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്ന് മാത്രം. ഓക്കെ, അതിനെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവാം. അത്തരത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മനസ്സുദ്ദേശിക്കുന്ന ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞവരാവാം, വിവാഹേതര ബന്ധമാവാം, അല്ലെങ്കിൽ ലവേഴ്സും ആയിരിക്കാം, അങ്ങനെ എന്തോ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആവാം. ഏതൊരു റിലേഷൻഷിപ്പിനെയും ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. അല്ലാതെ പ്രണയം തന്നെ ആവണമെന്നൊന്നുമില്ല. ഏത് ബന്ധങ്ങളും ഓക്കെയാണ്, ഏത് പ്രായത്തിലുള്ളവർക്കും കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ വിവാഹേതര ബന്ധങ്ങളാണ്, എന്താണെങ്കിലും നമ്മൾ പറഞ്ഞു, നിങ്ങൾ സാഹചര്യങ്ങളായിട്ട് നോക്കാം കേട്ടോ. ഒരു നഷ്ടം, ദുഃഖം, സ്വയം സഹതപിച്ചിരിക്കുന്ന ഒരവസ്ഥ. സ്വയം സഹതപിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിരിക്കാം, നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, ജാതി, മതം. നമ്മളിത് എല്ലാ മേഖലയിലുള്ള എല്ലാ ആൾക്കാരെയും എല്ലാ റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. കാരണം കാണുന്ന ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ, ഇന്ന് എൻ്റെ വീഡിയോ കണ്ടവരായിരിക്കില്ല നാളെ കാണുന്നത്. ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മേ ബി കണ്ടെന്ന് വരാം, അല്ലെങ്കിൽ എൻ്റെ ഓക്കെ ആയില്ലെങ്കിൽ അവർ മറ്റൊരു വീഡിയോ കണ്ടെന്നും വരാം. ഓക്കെ, അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും റെസനേറ്റ് ആകാം. ഓക്കെ, റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കുക, ഒന്നും ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ ബന്ധം വല്ലാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും സുഖമല്ല. ഒരു ബ്രേക്കപ്പ് തന്നെയായിരിക്കും കൂടുതലും. നിങ്ങൾക്ക് ആ വ്യക്തിയെ ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ആ വ്യക്തിയിലേക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉള്ളൂ. രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ എന്നൊന്നും പറയുന്നില്ല. ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എല്ലാം കൊണ്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും ഫിനാൻഷ്യലി ഒക്കെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു ബന്ധം. കുറച്ച് പേരൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഡിവോഴ്സ് ഒക്കെ ആയിട്ടുണ്ടാകാം. എന്നിട്ട് വേറൊരു വ്യക്തിയിലോട്ട് എത്തിപ്പെട്ടിട്ടുണ്ടാകാം. ഇപ്പം എന്താണെങ്കിലും നിങ്ങൾ ആ ചിന്തിക്കുന്ന വ്യക്തിയായിട്ടുള്ള ബന്ധം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നിറഞ്ഞതാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ജോബ്ലെസ് ആയിരിക്കാം, ജോലി ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. ഫിനാൻഷ്യലി ഇമോഷണലി ടോട്ടലി ഇതിലേക്കുള്ള എല്ലാ ഒരു വിശ്വാസവും തകർന്ന ഒരവസ്ഥയാണ്. ഈ ബന്ധത്തിൽ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. ജാതി മതം ഏജ് ഡിഫറൻസ് ഒക്കെ വരാട്ടോ ഇതിൽ ഇഷ്യൂസ് ആയിട്ട്. പിന്നെ അന്ന് എനിക്കൊരു കമൻറ്റ് തോന്നുന്നു, ആണും ആണും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇത് ആണും ആണും തമ്മിലുള്ളതാണെങ്കിൽ റിലേഷൻ ആണല്ലോ, പറ്റും. പെണ്ണും പെണ്ണാണെങ്കിലും എല്ലാം പറ്റും. അത്തരത്തിലുള്ള റീഡിങ്സ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. ലവ്, പ്രണയം, റിലേഷൻ, അത് ഒരു ബന്ധം. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ടാകാം. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി വ്യാഖ്യാനിക്കുമോ. ഇപ്പം എനിക്ക് സോഷ്യൽ മീഡിയയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ മറ്റേ ആളോട്, അവരോട്, എൻ്റെ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇത്തരത്തിൽ വിചാരിക്കുക, അല്ലെങ്കിൽ അവൾ ഇത്തരത്തിൽ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പരസ്പരം നിങ്ങൾക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടും ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ മനസ്സുദ്ദേശ വ്യക്തിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് തകർന്ന സ്വപ്നങ്ങളാണ്. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതൊന്നും ലഭിച്ചിട്ടില്ല. ഒരു കുടുംബം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും പോകുന്നില്ല. ഒരുപാട് പൊരുത്തക്കേടുകൾ നിങ്ങൾ തമ്മിലുള്ളതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഇതിൽ ഒരാൾ മാത്രം ഭയങ്കരമായിട്ട്
സ്നേഹിക്കുന്നുണ്ട് ആ ഓപ്പോസിറ്റുള്ള വ്യക്തിനെ. ഒരാൾ മാത്രം, നിങ്ങളാകാം അല്ലെങ്കിൽ അവരാകാം, ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് മാത്രമാണ് ഈ വിഷമവും കഷ്ടപ്പാട് സങ്കടം ഇതൊക്കെ ഉള്ളൂ. തീർത്തും ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു സ്തംഭനാവസ്ഥ തന്നെയാണ് എന്ന് പറയാം. ഒരാൾക്ക് ഒരാൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, പൊസസീവ്നെസ് ഒക്കെ ഇതിൽ ഒരുപാട് കൂടുതലുണ്ടാകാം. അനാവശ്യമായ ത്യാഗമാണ്. ഇതിന് ഞാൻ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കാലാകാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആകാം. എന്തുകൊണ്ട് ഞാൻ ഇതിനെ ഉപേക്ഷിക്കേണ്ട എന്നൊരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകാം. ആ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ഒരു ഏകാന്തതയിൽ, ഒരു ഒറ്റപ്പെടലിൽ, നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥയിലേക്ക് ഇരിക്കുന്നത്. നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അറ്റൻഷൻ ലഭിക്കാതെ വന്നാലും വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. എല്ലാവർക്കും ഒന്നും അല്ല കേട്ടോ ഇത്. പകുതി പപ്പാതി എനർജിയൊക്കെ ആയിരിക്കും, കാലാവസ്ഥ പ്രവചനം പോലെയൊക്കെ ആയിരിക്കും. കാണുന്നത് എല്ലാം ഒരേ ടൈപ്പിലുള്ള ആൾക്കാരായിരിക്കണമെന്നില്ല, സാഹചര്യങ്ങൾ ഒരേപോലെ ആവണമെന്നില്ല. കുറച്ച് പേർക്കൊക്കെ ഇതൊരു ഉറപ്പുള്ള ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നുണ്ട്. അല്ലാത്തവരെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞത് നിങ്ങളായിട്ടുള്ള ഈ ബന്ധത്തിനിടയ്ക്ക് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേർക്കൊക്കെ മേ ബി ഉണ്ടാകാം. കാരണം നിങ്ങളുടെ ബന്ധം ഒട്ടും സ്മൂത്ത് അല്ലാതെ നമ്മൾ ഒരു വ്യക്തിയായിട്ടുള്ള ബന്ധം ഒട്ടും സ്മൂത്ത് ആകാതെ വരുമ്പോഴാണ് നമ്മൾ അതിൽ ബ്രേക്കപ്പ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിലേക്ക് പുതിയൊരു വ്യക്തി, അങ്ങനെ ആൾക്കാരൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളുടെ പരിചയങ്ങൾ കൂടുതൽ അടുപ്പത്തിലേക്ക് വളരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക്, ഒരു 40% ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടാകാം. കുറച്ച് പേരൊക്കെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് ഒരു പാരമ്പര്യമുള്ള ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധത്തിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. ഇപ്പോൾ ഡിവോഴ്സിനൊക്കെ വേണ്ടി നോക്കി നിൽക്കുന്നവർ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഡിവോഴ്സ് വേണ്ടാന്ന് വെക്കുന്നതാകാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേ പേരൊക്കെ ഈ ഒരു ബന്ധത്തിനെ പിടിച്ചു നിർത്താൻ അവർക്ക് മാത്രം, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് മാത്രമേ ഇമോഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവർ ഭയങ്കരമായിട്ട് നിന്ന് മറ്റു വ്യക്തിക്ക് മറ്റു വ്യക്തികളൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ ഒരു 40% പേർക്ക് മറ്റൊരു ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും ഉണ്ട് എന്ന് പറയാം. അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, അങ്ങനെ ഏത് തരത്തിലാവാം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി തന്നെ വേണം, ആ വ്യക്തി നമ്മൾ ഉപേക്ഷിച്ച് പോയാൽ അവരില്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞൊരു രീതിയിൽ കരഞ്ഞും പിഴിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ അവർ ആ മെയിൻറ്റെയിൻ, അവരുടെ ആ സ്നേഹത്തിനെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടാകാം. കുറേ പേരൊക്കെ എന്താ പറയുക, ഒരു പ്രത്യാശ, പുനരുജ്ജീവനം, ഇത് മാറും ശരിയാവും എന്നൊരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിൽ കാണുന്നവരിൽ. കുറേ പേർക്കൊക്കെ ഇത് തന്നെ എന്താ പറയുക, നമ്മളിതെന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഒരു പാസ്റ്റ് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ആവാം, ടിൻ ഫ്ലെയിം ഒക്കെ ആവാം. എല്ലാവർക്കും ഒന്നും അല്ല കേട്ടോ കേൾക്കുന്ന എല്ലാവരും. ഇത് ഒന്നാമത് നിങ്ങളുടെ എനർജി അല്ല. നമ്മളൊരു വീഡിയോ ചെയ്യുന്ന ഒരു ടോപ്പിക്കിൽ അത് നിങ്ങളുടെ എങ്ങനെയാണ് എനർജി ആവുക, സാഹചര്യങ്ങളായിട്ടാവുന്നുണ്ടാകാം. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്താണ് ഒരു ടിൻ ഫ്ലെയിം പോലെ ആയിരിക്കാം. അവർ ആ പർപ്പസ് എന്താണെന്ന് അറിയുന്നുണ്ടാകാം. ഒരുപാട് ടാരറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊക്കെയുള്ള ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ, ഈ ബന്ധത്തിൽ അടുത്തത് എന്ത് വേണം എന്നൊക്കെ തിരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. ചിലപ്പോൾ ഈ ബന്ധം പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ വ്യക്തിക്ക് ഈ മറ്റ് തേർഡ് പാർട്ടി ആയിട്ടുള്ള മറ്റ് ബന്ധങ്ങളൊക്കെ നിങ്ങൾ കൈയോടെ പിടിച്ചിട്ടുണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞു അത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി എന്ത് വേണം എന്നൊരു തീരുമാനമൊക്കെ എടുക്കാനുള്ളൊരു ധൈര്യം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ടോട്ടലി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 40% പേർക്കൊരു ഇത്, കുറച്ച് പേരൊക്കെ ഈ ബന്ധത്തിൽ എന്ത് വേണമെന്ന് അറിയാതെ നിൽക്കുന്നു. കുറച്ച് പേര് അവരെങ്കിലും അവരെ തന്നെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. കുറച്ച് പേര് ഒരു തീരുമാനം എടുത്ത് മാറുന്നു. അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും ഈ വീഡിയോ കൂടുതലും കാണുന്നത്. പിന്നെ എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് അറിയാൻ എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുന്നുള്ളൂ. ഇത് പ്രൊമോഷനല്ല, ഉള്ള കാര്യമാണ്. ഞാനിപ്പോൾ എനിക്ക് വിശക്കുന്നതിന് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾ ഭക്ഷണം കഴിച്ച് എൻ്റെ വിശപ്പ് മാറും ഇല്ല. അവരുടെ എനർജി വ്യത്യാസമല്ലേ. നിങ്ങളുടെ കൈ മുറിഞ്ഞാൽ നിങ്ങൾക്ക് വേദന എടുക്കൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ കാര്യങ്ങൾ നോക്കണം, അപ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റൊക്കെ കണ്ട് പല പല വീഡിയോസ് കണ്ട് പ്രതീക്ഷിച്ച് പ്രത്യാശിച്ച് കാര്യമില്ല. നമ്മുടെ ഒരു ഇതെടുത്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലോട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. നമുക്ക് അതനുസരിച്ച് മാറാൻ സാധിക്കുന്നു. നമ്മളിലേക്ക് പുതിയ മാറ്റങ്ങൾ വരുവാണ്. നമ്മളെ എനർജി നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഇത് ഇന്നതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാണ്. അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ടാരറ്റ് എന്നൊരു ഇതിലോട്ട് കടന്നു വന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ എന്തിനിപ്പോൾ കാണണേ, നിങ്ങൾ ഇതിനൊക്കെ മുമ്പ് കാണുന്നതല്ലേ. ടാരറ്റ് ഇവിടെ ഓൾറെഡി ഉള്ളത്, പക്ഷേ നിങ്ങളപ്പോൾ കണ്ടില്ല, ഇപ്പോഴാണ് നിങ്ങളത് കണ്ടത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ടൈമാണ്. നിങ്ങൾക്കൊരു സൊല്യൂഷൻ എടുക്കാനുള്ളത് എത്തിക്കുകയാണ് അതിലേക്ക്. ഇതാണ് കുറേ പേരൊക്കെ യാദൃശ്ചികമായിട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാകുക, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാകുക. അപ്പം അങ്ങനെ ഒരു സമയമാകുമ്പോൾ എല്ലാം നടക്കും എന്ന് പറയുന്ന പോലെ, ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല. ഓൾറെഡി യൂണിവേഴ്സ് പ്ലാൻ ചെയ്ത വഴി കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ ചുമ്മാ അഹങ്കരിക്കുന്നു, ഞാൻ വിചാരിച്ച വഴി കൂടെ പോണേന്ന്. അത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചത് നടക്കാതെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം വരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ച് ലഭിച്ചില്ല. അപ്പോൾ ആഗ്രഹിക്കാതിരിക്കാം, പ്രസൻറ്റിൽ ജീവിക്കാം, വരുന്നതിനെ ഇത് ഓക്കെ, ഇതും നടക്കാനുള്ളതാണ്. നല്ല സമയം ചെയ്ത് സമയം ഉണ്ടാകും എന്ന് പറയുന്ന പോലെ ഇതിനെ ഞാൻ കടന്നു പോകുമെന്നൊരു എനർജിയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ നോക്കുക, നിങ്ങളെല്ലാത്തിനെയും ഉറപ്പാക്കുക. അതിനുശേഷം നല്ലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയ റീഡിങ്. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പോ നോർമൽ കോളോ വോയിസോ അങ്ങനെ എന്താണെന്ന് ചെയ്യാം. പിന്നെ താല്പര്യമുള്ളവർ മാത്രം വരാം, മുൻകൂട്ടി ബുക്ക് ചെയ്യുക. നമ്മൾ ജനറലാണെന്ന് പറഞ്ഞു, ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റ് പല ടോപ്പിക്കിനും ചെയ്തിട്ടുണ്ട്. താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടുന്നുണ്ട്, അതിന് താങ്ക്സ്. കമൻറ്റ് ചെയ്യാം. കമൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്പണായിട്ടാണ് പറയുന്നത്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതിയെന്ന്. വേണവർ വന്നാൽ മതി. എനിക്കിത് ബിസിനസ്സല്ല, ബിസിനസ്സും അല്ല, എൻ്റെ ചാനലിൽ ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ചെയ്യാം, കാണാൻ താല്പര്യമില്ലെങ്കിൽ കളയാം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നില്ല, വെറുതെ സമയം കളയണ്ട, അതേ പറയാനുള്ളൂ. അപ്പോൾ അതേപോലെ പോട്ടെ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം നിഷാനി.